സ്വർഗത്തിലെ വൃക്ഷങ്ങളെ സംബന്ധിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, വളരെ വിലപിടിപ്പുള്ള മുത്തുകളും പവിഴങ്ങളും ഉള്ള പോലെയുള്ള വൃക്ഷങ്ങള്, അതിന്റെ മരത്തടികൾ സ്വർണത്തിന്റേതാണെന്ന് പറഞ്ഞു. സ്വർഗത്തിലേത് എത്ര ക്യാരറ്റാ നമുക്കറിയില്ല, ദുന്യാവത്തെ ഒന്ന് ക്യാരറ്റ് പറയാൻ പറ്റുള്ളൂ. സ്വർഗത്തിന്റേത് അളക്കാൻ പറ്റൂല. ഒരു കണ്ണും കാണാത്തത്, ഒരു കൊല്ലന്റെയോ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെയോ കയ്യിൽപ്പെടാത്ത സ്വർണം, അതാണ് സ്വർഗത്തിലേത്. ദുന്യാവിന്റേത് അങ്ങനെ നല്ലല്ലോ. നിബിതങ്ങൾ പറഞ്ഞു ആരെങ്കിലും മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഉരിസത് ലഹു നഖലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന അല്ലാഹു നാട്ടി കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോളി. മുഅ്മിനീങ്ങളെ, ഒരു 7 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മാഷത്തീരന്റെ അല്ലാഹു തആല മാഷിന്റെ കാഴ്ച ശക്തി അല്ലാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ. മൻ അഖദല്ലാഹു ഹബീബസൈഹി ഫസബറ, ഒരു മനുഷ്യന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് അതാരെങ്കിലും സഹിച്ചു കഴിഞ്ഞാൽ അവ്വലഹുല്ലാഹു ബിഹിമൽ ജന്ന, ആ 2 കണ്ണിന്റെയും കാഴ്ച അല്ലാഹു കൊണ്ടുപോയതിന്റെ പകരം സ്വർഗം കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ, കാഴ്ചയും അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുമല്ലോ, അല്ലാഹുവിന് കൊടുക്കാൻ പറ്റും. അവർ ചികിത്സിക്കുന്നുണ്ട്, ആ ചികിത്സയിൽ അല്ലാഹു ഫലം കാണിക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞമാജി തന്നെ പറഞ്ഞു, 6 വർഷം അവരുടെ ഉമ്മയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന്റെ ശേഷം 6 കൊല്ലം ഒന്നും കാണാത്ത അവസ്ഥയിൽ നിന്ന് പിന്നെ ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്ന ഒരു ഉമ്മയുണ്ട്. 80 വയസ്സായിട്ട് 6 കൊല്ലം കണ്ണ് കണ്ടിട്ടില്ല, കണ്ണിന്റെ കാഴ്ച പോയിരുന്നു. പിന്നീട് ഒരു ചികിത്സ ഫലിച്ചു, കാഴ്ച കിട്ടി. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബഹുമാനപ്പെട്ട പി അബ്ദുള്ള മാഷ് ഒരുപാട് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ ഓടിച്ചാടി നടന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആ കാഴ്ചശക്തി അല്ലാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന കൊണ്ടുന്ന, യാ അല്ലാഹ്, നമ്മൾ 7 പറഞ്ഞു, 7 വൃക്ഷം അല്ലാഹു റെഡിയാക്കി തന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ഖൽബിൽ നിന്നുള്ള ഇഖ്ലാസ് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹു നമുക്ക് തരട്ടെ, എമ്പാടും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നഖലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒന്ന് കിട്ടി. മുഅ്മിനീങ്ങളെ നടക്കുമ്പോഴൊക്കെ ചൊല്ലിക്കോളൂ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹു സ്വർഗ്ഗം തന്നു. ബഹ്റൈൻ പോലെ മരുഭൂമിയാണെങ്കിൽ ഇപ്പൊ എന്താ നാട്ടിൽ ചെന്നിട്ട് കാര്യം? അവിടെ വൃക്ഷങ്ങളൊക്കെ വേണ്ടേ, അവിടെ പൂന്തോപ്പുകൾ വേണ്ടേ? നമ്മൾ നടണം. ഇവിടെ നടാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്നറിയോ? സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനല്ലാഹി ബിഹംദിഹി. ഒരുപാട് വൃക്ഷങ്ങൾ അല്ലാഹു കൊടുക്കാൻ പോകുന്നുണ്ട്. ഒരു തവണ ഒരു ദിക്ർ പറഞ്ഞാൽ ഒരുപാട് വൃക്ഷങ്ങൾ. ഇത് പറഞ്ഞ ഈത്തപ്പന മാത്രം പോലെ എനിക്ക് തെങ്ങും വേണമല്ലോ, മാങ്ങയൊക്കെ വേണം, മൂച്ചി വേണം, പ്ലാവ് വേണം. ചൊല്ലിക്കോ. എന്ത് ചൊല്ലണം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൽഹംദു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ഉരിസത് ലഹു അശ്ജാർ, പലതരത്തിലുള്ള വൃക്ഷങ്ങൾ അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗത്തിൽ കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. കൊതുകുകളില്ലാത്ത ലോകമാണത്, പ്രയാസങ്ങളില്ലാത്ത ലോകമാണത്, ഹിംസ്ര ജന്തുക്കളോ ഇഴജന്തുക്കളോ ഒന്ന് പിടിക്കാത്ത ലോകമാണത്. അവിടെ ഇഷ്ടം പോലെ തണുപ്പ് വിരിക്കുന്ന തോട്ടങ്ങളും പഴവർഗ്ഗങ്ങളും കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് കൃഷി ചെയ്യണം. എന്താ കൃഷി എന്നറിയോ? 5 കാശിന്റെ ചെലവില്ലാതെ നാവ് കൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ച് പറയുന്ന വാക്കുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലിയാൽ ഒരീത്തപ്പനയും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ ഒരുപാട് വൃക്ഷങ്ങളും അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ തരും. അതിനകത്ത് നിങ്ങൾ അങ്ങോട്ട് എത്തുന്ന അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് വൃക്ഷം മാത്രം നിങ്ങളെ പുറത്താക്കുന്നല്ല, നിങ്ങൾ അങ്ങോട്ട് എത്തുന്ന അതിന്റെ അർത്ഥം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ അവര് ഒരുങ്ങിക്കോളി, മുഅ്മിനീങ്ങളെ ഒരുങ്ങിക്കോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തുകൾ വിരിച്ചു തരുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹൽ മിൻ മുശമ്മിരിൻ ലിൽ ജന്ന, സ്വർഗ്ഗത്തിന് ഒരുങ്ങാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങളുണ്ട് നബിയെ എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു ഖൂലു ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുങ്ങുന്ന ആളുകളുണ്ടോ? ഇൻഷാ അല്ലാഹ്, ഞങ്ങളുണ്ട് എന്ന് പറയൂ മുഅ്മിനേ. ഖൂലു ഇൻഷാ അല്ലാഹ്.
അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.